ഹായ് പള്ളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് നമ്മളെ ഉച്ചവിശേഷമാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇന്ന് എന്താ കറിയൊക്കെ? ഇന്ന് കറി നിങ്ങൾ സാമ്പാർ കഷ്ണം മേടിച്ചാൽ നിർത്തുന്നത്, നമുക്കൊന്ന് സാമ്പാർ വെക്കാം. ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചു വരുമ്പം കുറച്ച് സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് കുക്കറിൻ്റെ സൗണ്ടാണത്. പരിപ്പ് വെന്തു. അതെ, പരിപ്പ് വെന്തു. അപ്പം നമ്മൾ സാമ്പാർ വെക്കാൻ പോവാണ്. സാമ്പാർ വെക്കാൻ പോവാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പം ഇന്ന് മീൻ വെക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് സാമ്പാർ വെച്ചിട്ട് പച്ചമീൻ പൊരിച്ച് ഇന്നത്തെ ഉച്ചത്തെ ഊണിന് കറി അതാണ്. അപ്പോൾ നേരം വൈകിയില്ലെങ്കിൽ ഇപ്പോൾ ഈ നേരം കൂട്ടാനൊക്കെ ചില സമയത്താവും, ചില സമയത്ത് ഈ നേരമല്ല, അതിനും വെച്ച് നേരം വൈകും. ചിലപ്പോൾ ഒക്കെ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് മീൻ തരിക. മീൻ കൊണ്ടുവന്ന് കൂട്ടാൻ വെച്ച് ഇതൊക്കെ ആയി വരുമ്പോഴേക്ക് പള്ളിയിൽ പോയി വരുമ്പോഴേക്കും ആകും. ചിലപ്പോൾ നേരത്തെ തരും. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച അല്ലേ, പള്ളി മീനിന് പോയില്ല. മീനിന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇന്ന് വെള്ളിയാഴ്ച തീരെ കച്ചവടം ഉണ്ടാവില്ല. അപ്പം ഇന്ന് പോയില്ല. അപ്പം ഇന്ന് നമ്മൾ സാമ്പാറും ചോറും മീൻ പൊരിക്കും കുക്കറിൽ വീട്ടിൽ വന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവിടെയൊക്കെ കണ്ട 50 രൂപക്കുള്ള സാമ്പാർ കഷ്ണങ്ങളാണ് ഈ കാണും മരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളവിടെയൊക്കെ 50 രൂപക്ക് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ പാലക്കാട് സൈഡിലൊന്നും കിട്ടാറില്ല കേട്ടോ. ഒരു വട്ടം ഞാൻ എൻ്റെ ഉമ്മാനെ പറഞ്ഞയച്ചങ്ങാണ്ട് ഉമ്മ പറഞ്ഞു സാമ്പാർ കഷ്ണം ഒന്നും 50 രൂപക്ക് തരില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്കൊന്നും സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. എല്ലാം അരയിച്ച് കിലോ വാങ്ങണം, അല്ലെങ്കിൽ 1/4 കിലോ വെച്ച് മേടിക്കണം. അവിടെ 1/2 കിലോ എന്ന് അല്ല സാമ്പാർ കഷ്ണം പറഞ്ഞാൽ കിട്ടില്ല. ഇവിടെ കുക്കർ ഭയങ്കര ഇതാണ്, വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓഫാക്കട്ടെ. മതി. ഇവിടെ 50 റുപ്യക്ക് സാമ്പാർ കഷ്ണം പറഞ്ഞാൽ നമുക്ക് കിട്ടും. 2 പ്രാവശ്യം ചില കടകളിലൊക്കെ മേടിച്ചാൽ 2 പ്രാവശ്യം വെക്കും പോലെയൊക്കെ കിട്ടും. ചില പച്ചക്കറി വില കൂടിയ സമയത്ത് നമുക്ക് അളവായിട്ട് ചിലപ്പോൾ 50 രൂപയ്ക്ക് ഉണ്ടാവില്ല. ഇത്തിരി പച്ചക്കറി വില കുറവുള്ള സമയത്തൊക്കെ 2 പ്രാവശ്യം വെക്കും പോലെയൊക്കെ കിട്ടും. അതെ, അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ കിട്ടും. ആ ഭാഗത്തൊക്കെ ഒന്നും കിട്ടൂല. നമുക്കൊക്കെ പോയാല് അവർക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാമ്പാർ ഇങ്ങനെ വെച്ച് കൊടുത്താലും നമ്മളെ സാമ്പാർ പോലെ അവിടെ പോയാൽ വെച്ച വരില്ല. എന്താ നമ്മളവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, അവിടെ ഒന്നും കിട്ടില്ല. അതാണ്. എന്നാ അവർക്ക് സാമ്പാർ ഇഷ്ടമാണ് അല്ലേ. അവിടെ അങ്ങനെ അധികം സാമ്പാറൊന്നും വെക്കില്ല. അവിടെ സാമ്പാർ പരിപ്പ് അതുപോലെ കൂടുതലും മീന്. അതെ, അവിടെ കൂടുതലും മീനാ. പക്ഷെ അതുപോലെ അയിലയും ചാളയൊന്നല്ല, അവർക്ക് ഡാം മീന്, പിലോപ്പി, കട്ട്ള, അങ്ങനെ വല്ലപ്പോഴും ചാള, മത്തി, അല്ല അയിലൊക്കെ മേടിക്കും. പിന്നെ ഇവിടുത്തെ പോലെ വലിയ മീനും കിട്ടൂല. അവ വലിയ മീനൊക്കെ കിട്ടണമെങ്കിൽ ഡാം മീന് അതന്നെ. ഇപ്പൊക്കെ കിട്ടി തുടങ്ങിയില്ലേ തെമ്മാനും അതൊക്കെ. അവിടെ റോഡ് സൈഡ് പോയിട്ട് ചെമ്മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മള് മാക്സിന്റെ ഇതില് നമ്പർ കൊടുത്തായിരുന്നു. ഫുള്ള് പൊട്ടയമ്മ ബിസിയാണ്. എന്തേ പൊട്ടയമ്മ പറഞ്ഞവരെന്താന്ന് ചോദിക്കില്ലേ? പൊട്ടയമ്മ എന്ന് പറഞ്ഞ എന്നെ ഉണ്ണീന്നൊക്കെ വിളിക്കൂലേ? ഉമ്മ ഏറ്റവും അവസാനത്തെ മോളാണ് കേട്ടാ. 10 മക്കളെ കണ്ട് അതില് ഏറ്റവും അവസാനത്തെ ആയതുകൊണ്ട് എല്ലാരും എന്നിട്ട് പൊട്ടമ്മ എന്നാ വിളിക്കാം. അപ്പൊ ഞങ്ങളും ചെറുപ്പം തൊട്ടേ കണ്ട കാരണം പൊട്ടയമ്മ എന്നൊരു സ്നേഹത്തിന് വിളിക്കും. ഇവിടെയൊക്കെ ഞാൻ ഉമ്മ തന്നെ വിളിക്കുക. ഇടക്ക് മാത്രം അങ്ങനെ പറയുന്നു മാത്രം. അപ്പം എന്താ പറയുക, മാക്സിന്റെ ഇതിൽ നമ്പർ കൊടുത്തതിന് ശേഷം കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും കുറെ താത്തമാരെന്നെ ഫുള്ള് താത്തമാരെന്നെ വിളിക്കുക. ഞാൻ പരമാവധി ഫോൺ എടുക്കലില്ല. ഉമ്മാന്റെ നമ്പറാണ് അത്. അപ്പം അതിലേക്ക് വരുന്ന കോളൊക്കെ ഉമ്മ എടുത്തിട്ട് ഇടക്ക് നല്ല വർത്താനായിരിക്കും. നോക്കുമ്പോ ഇവരോടാണ് ഈ സംസാരമൊക്കെ. അതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഇന്നിപ്പോ ചാവക്കാട്ടിന്ന് ഒരു താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്വഭാവം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു കൂടപ്പറപ്പിന്റെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാലത്ത് സംസാരിച്ചപ്പോൾ ഒത്തിരി മനസ്സിനൊരു സമാധാനം കിട്ടി. സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ താത്തമാരോ അല്ലെങ്കിൽ നമ്മളൊരു അനിയത്തിമാരോട് നമ്മളൊരു വിഷമങ്ങൾ പറയുമ്പോൾ അവര് നമുക്കൊരു സമാധാനം പറഞ്ഞില്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. നല്ല സ്നേഹത്തോട് വർത്താനം പറഞ്ഞു. ചാവക്കാടാണ് വീടെന്നൊക്കെ പറഞ്ഞില്ലേ? ചാവക്കാട് എന്തോ ഒരു ഉപ്പാപ്പാന്റെ പള്ളി പറഞ്ഞു. പള്ളിയുടെ ആ ഭാഗത്തേക്കാണ് വീട്. അങ്ങനെ അപ്പോൾ അവര് നല്ല സ്നേഹത്തോടെ ഒത്തിരി ആൾക്കാർ നമുക്ക് വിളിക്കാറുണ്ട്. വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളെ യൂട്യൂബ് ചാനൽ നല്ല അടിപൊളിയായി പോകുന്നുണ്ട്, നല്ല പരിപാടി, നല്ല ഇതിൽ പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇതിൽ നമ്മളോട് വർത്താനൊക്കെ പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം വന്നിട്ട് നമ്മള് ഇന്നാളൊരു ദിവസം HDFC ബാങ്കിക്കല്ലേ പോയിട്ടുണ്ടെങ്കിൽ ചാവക്കാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ പേർക്ക് നമ്മളെ മനസ്സിലായി തുടങ്ങി. ആദ്യമൊന്നും ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പോഴാണ് ഇന്നാളൊരു ദിവസം ഞങ്ങള്
എപ്പോഴാ 2-3 ദിവസമായിട്ടുണ്ടാവില്ലേ? അപ്പൊ നിങ്ങള് ചാവക്കാട് പോയപ്പോണ്ട് കൊറേ പേര് ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് നിങ്ങള് യൂട്യൂബിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങള് അവിടെ മാത്രല്ല നമ്മള് ഡ്രസ് എടുക്കാൻ പോയവിടെയും വെച്ചിട്ട് ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവിടെ വെച്ചിട്ടും ഇങ്ങനെ ഞങ്ങളെ നോക്കി ചിരിക്കണേ. അപ്പൊ ഞങ്ങള് ആരാ അതുപോലെ നമ്മളെ നോക്കി ചിരിക്കണ്ടല്ലോ പറഞ്ഞപ്പോ അവര് അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചേ നിങ്ങള് യൂട്യൂബിലുള്ളതല്ലേ? താനെ കണ്ടപ്പോ മനസ്സിലായി. പിന്നെ മോളെയും കൂടി കണ്ടപ്പോ നിങ്ങൾ ഉറപ്പായിട്ട് യൂട്യൂബിലുള്ളത് തന്നെയാന്ന് പറഞ്ഞിട്ട് അവര് വന്ന് കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് പോയി. ഇപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞങ്ങളെയൊക്കെ അറിയാം. ഇന്നാള് ബസ്സിൽ പോകുമ്പോ ഇന്നാള് ഞങ്ങള് തിരിച്ചു വരാ ചാവക്കാട്ടിന്ന്. അപ്പൊ ഒരു താത്ത ബസ്സിൽ നിന്ന് ഇങ്ങനെ ആ താത്ത ഇനിയിപ്പോ വീഡിയോ കാണുമെന്ന് അറിയില്ല, ചോദിച്ചില്ല. പക്ഷെ ഇങ്ങനെ എവിടെയോ കണ്ടുപരിച്ചുള്ള പോലെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പരിചയന്റെ പോലെ ചിരിച്ച് അവർക്ക് അറിയാം ഞങ്ങള് യൂട്യൂബില് ആണെന്ന് അവർക്ക് അറിയാം. പിന്നെ ഒരു താത്ത ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പം നേരത്തെ വന്ന് ചോദിച്ചു നിങ്ങള് യൂട്യൂബിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറെ പേരെ നമ്മളെ മനസ്സിലാവുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ യൂട്യൂബിലുള്ളതാണെന്നൊക്കെ അറിയുമ്പോ വലിയൊരു സന്തോഷം. ചാവക്കാട് ഡ്രസ് എടുക്കാൻ പോയിട്ടൊക്കെ അതിലൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ നമ്മള് ബ്യൂട്ടി സിൽക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം. അതെ, അവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം അവിടുത്തെ ചേച്ചിമാരൊക്കെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ഒക്കെ അവര് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കാണുന്നുണ്ട് തന്നെ പറഞ്ഞ. സ്ഥിരമായി കാണുന്നവര് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ പറയാ, നമ്മളെ വീഡിയോ കണ്ടവരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങളെ വീഡിയോ കാത്തിരിക്കുകയാണ്. ഇന്ന് വിളിച്ചൊരു കുട്ടി പറഞ്ഞത് നിങ്ങളെ വീഡിയോ കാത്തിരിക്കുകയാണ്, നിങ്ങളെ വീഡിയോ വരുമോ വന്നിട്ടുണ്ടാ താഴത്ത് വന്ന് കിടക്കുന്നുണ്ടോന്ന് വെച്ചിട്ട് നീക്കി നോക്കും അത്ര. ചിലർക്ക് എന്ന് പറഞ്ഞ എന്നോട് നിങ്ങൾ വീഡിയോ വന്നിട്ടുണ്ടോന്ന്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ വീഡിയോ, സൂപ്പർ ആയിട്ടുണ്ട്, മാഷാ അല്ലാഹ് അതിനും വെച്ച് ഉയരട്ടെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എടുക്കുന്നത് ഫുൾ അടിയാവുന്നൊക്കെയാണല്ലോ, ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നില്ല ബാങ്കിൽ പോയിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ ഉമ്മ നേരത്തെ തന്നെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ സാമ്പാർക്കുള്ള കഷ്ണങ്ങൾ ഉമ്മ പെട്ടെന്ന് അരിഞ്ഞു. ഉമ്മ ദേ വരുന്നുണ്ട് സാമ്പാർ വെക്കാൻ. ആള് ഇന്ന് ഉമ്മാന്റെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. ഉമ്മന്റെ സാമ്പാറും എല്ലാം അടിപൊളിയാണ്. അറിയാണ്ടല്ലേ ഉമ്മയാണ് കേട്ടോ സാമ്പാർ വെക്കാൻ പോണ. ഉമ്മ പരിപ്പ് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പച്ചക്കറികളൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. കൊട്ടാനന്യതില് പിന്നെ എന്താണ് നമ്മളോട് കുറെ പേരായിട്ട് Q&A വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കണേന്ന്. നേരത്തെ കുറെ മുമ്പായിട്ടാണ് കമന്റ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കമന്റുകളൊന്നും വരുന്നില്ല. കുറെ മരുമകളാണോ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പം ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവർക്കൊന്നും നമ്മളെന്താ എങ്ങനെയാന്നുള്ളൊരു ധാരണയൊന്നുമില്ല. അപ്പം ഇൻഷാല്ലാ നമ്മളൊരു Q&A വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിന് താഴെ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ അതിനനുസരിച്ചിട്ട് ആൻസേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഉമ്മയാണ് എപ്പോഴും ഷെഫ്, ഞാൻ ഉമ്മാന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ പൊടികളൊക്കെ എടുത്ത് കൊടുക്കണ ആള്. നമ്മള് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെക്കാറ്. വറുത്തരച്ച് വെക്കില്ല, നാളികേരം വറുത്തരച്ച് വെക്കില്ല. അപ്പം നമ്മൾ പരിപ്പൊക്കെ നല്ലപോലെ കായൊക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ വെന്ത് അതിലൊരു കഷ്ണം കായൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വെവിച്ച്, അപ്പോൾ അതിൽ ഒരു സബോള, ഒരു തക്കാളിയും, കായം, പരിപ്പ് അതിട്ട് നല്ലപോലെ വെന്ത് ശേഷമാണ് നമ്മൾ സാമ്പാർ കഷ്ണങ്ങളിടുക. കഷ്ണം ഇട്ട് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വെന്ത ശേഷമാണ് ഇനി സാമ്പാർ പൊടി പുളി ഒക്കെ ഒഴിച്ചിട്ട് ശരിയാക്കും. സാമ്പാർ പൊടി കഷ്ണം വേകാണ്ട് ഇടാൻ പാടില്ല. മോള് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എല്ലാവർക്കും സാമ്പാർ വയ്ക്കാൻ അറിയാം, മോള് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഒറ്റ വിസിൽ വരട്ടെ. ഒരു വിസിൽ പച്ചക്കറിയൊക്കെ നല്ലപോലെ വേകും. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഇതേ ഉമ്മ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എന്താ പൊരിക്കണമ്മ? അയിലുണ്ട്, അയില ഇന്നലെ പൊരിച്ചില്ല. അപ്പൊ നമുക്ക് ചാള എടുക്കാം പൊരിക്കാൻ അല്ലേ? മതിയാ? മതി അല്ലേ? അപ്പൊ ചട്ടി നോക്കണ്ട, ഇവിടെ മീൻ ഇറക്കാൻ വെക്കുന്നത്. എന്റെ താഴെയുള്ള മോന്റെ ഷമീർ മോന്റെ വയസ്സും ഈ ചീനിച്ചട്ടിയുടെ വയസ്സും ഒന്നാണ്. അത് കാരണം ഇത് കളയാൻ മനസ്സായിരുന്നില്ല. പക്ഷെ ഓട്ടയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ? ഈ പിടി പോയത് ഇപ്പൊ ഈ അടുത്താണ്. 27 കൊല്ലാവും ഈ ചീനിച്ചട്ടി നമ്മൾ മേടിച്ചിട്ട്. എന്റെ പൊന്നു മോന് പ്രസവിച്ച് വന്നിട്ട് കുഞ്ഞേ 2 പാത്രം അവർക്ക് കുഞ്ഞേ 2 പാത്രം ഈ ചീനിച്ചട്ടി നമ്മൾ മേടിച്ചതാണ്. അവൻ്റെ വയസ്സും ഈ ചീനിച്ചട്ടി ഒരേ ഇതാണ്. അത് കാരണം ഇത് കൊടുക്കാൻ മനസ്സേ വരുന്നില്ല. എന്ത് കാര്യത്തിനാ ഇതെടുക്കുമ്പോഴൊക്കെ എൻ്റെ മോൻ്റെ ഓർമ്മ വരും.
അപ്പൊ അത് കാരണമാണ് ഈ ചീഞ്ചട്ടി ഓട്ടയായിട്ട് പോലും നമ്മളിത് കൊടുത്തിട്ടില്ല. ഈ ഒരു ചെവി ഇപ്പോഴാണ് പോയത് ഒരെണ്ണം. അപ്പൊ ഉമ്മ അതില് മീൻ നേരാക്കാൻ പോവാണ്. എന്നിട്ട് ഉമ്മ മീൻ ഇവിടെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ മീനിനുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അരച്ചിട്ട് തേക്കാലമ്മ. അപ്പൊ നമ്മളെ സാമ്പാറൊക്കെ നല്ല മണം വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ കാച്ചിയിട്ട് മീനും പൊരിച്ച് കഴിഞ്ഞ് ഇനി കുളിച്ച് നിസ്കരിച്ചാൽ നമ്മളെ പണി കഴിഞ്ഞ്. സൂപ്പർ സൂപ്പർ. അപ്പൊ അമ്മ സാമ്പാറും കൂടിയും കാച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഫോണിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ സാമ്പാറായിട്ടുണ്ട് കേട്ടോ. അമ്മാന്റെ സ്പെഷ്യൽ സാമ്പാർ. മഴ സാമ്പാർ അല്ല, എൻ്റെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇന്ന വെച്ചെന്ന് പറഞ്ഞിട്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട് സാമ്പാർ. പൊതുവേ ഉമ്മ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. സത്യമായിട്ടും ഭാഗ്യത്തിലാട്ടോ പറയണ. ഉമ്മ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ്. വെറുതെ എല്ലാരും പറയും നമ്മളെ ഫാമിലിയില് എന്താണ്, നമ്മള് വിരുന്ന് പോയാലൊക്കെ ഫുള്ള് നിങ്ങള് വെക്ക്, സെബീലത്തെ വെക്ക്, ഉമ്മ വെക്ക് എന്നാണ് അല്ലേ? അത് പറയും എല്ലാരും. ഇപ്പൊ കല്യാണ വീട്ടിലേക്ക് പോയാലടക്കം ഉമ്മാനെ കൊണ്ടാണ് വെപ്പിക്കുന്നത്. ചെമ്മാന്റെ കൈപ്പുണ്യം അത്രയും നല്ല രസമുള്ള. പിന്നെ കണ്ടിട്ടൊക്കെ നൂലപ്പം, അതുപോലെ പത്തിരി, ചപ്പാത്തി ഒക്കെ സൂപ്പറായിട്ട് മോളുണ്ടാക്കും. എന്നെ കണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചാണ്. വരുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ, വരുമ്പോൾ ഒന്നും അറിയില്ല. ഇവിടെ വന്ന് നമ്മൾ ഉണ്ടാക്കണതൊക്കെ കണ്ട് നൂലപ്പുട്ടൊക്കെ ഇപ്പം എന്നെ ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതുപോലെ പത്തിരി ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, ചെറിയ ചെറിയ കറികളൊക്കെ വെക്കും. കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ച് ഇപ്പം ആൾ അടിപൊളിയായിട്ടൊക്കെ ഭക്ഷണമൊക്കെ വെക്കും. തീ പിടിപ്പിച്ച് കൊടുത്താൽ ചോറൊക്കെ വെക്കും. തീ പിടിപ്പിക്കാൻ അറിയില്ല, തീ പിടിച്ചു കൊടുക്കണം. തീ പിടിപ്പിക്കാനേ ഒരു ദിവസം ഉപ്പാനെ കൊണ്ട് ആള് എങ്ങനെ പറയാ, ഉമ്മ അല്ലല്ലോ എന്താ ചെയ്യാ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് കുറേ ദിവസമായി. ഞാൻ എന്തോ അർജന്റായിട്ട് പോയിക്കുക. അപ്പോൾ എന്ത് ചെയ്യാ, ഉപ്പ എനിക്കൊന്ന് തീ പിടിപ്പിച്ച് തരുമോ ഉപ്പാന്ന്. ഉപ്പാണെങ്കിൽ ചായ തിളപ്പിച്ചിട്ട് പൊടിയിടാൻ അറിയാത്ത ഉപ്പയാ. അടുക്കളുടെ ഭാഗത്തേക്ക് വരാത്ത ഉപ്പയെ തീ പിടിപ്പിച്ച് തരിക. എന്നിട്ട് വന്ന് ഉപ്പ തീ കത്തിച്ച് കൊടുത്തപ്പോൾ മോള് ചോറ് വെച്ച്. അത് പറയുമ്പോഴേക്കും ചോറൊക്കെ ആയിക്കഴിഞ്ഞ്. പിന്നെ അങ്ങനെ ചോറ് ഊറ്റാൻ പഠിച്ച്. ഇപ്പൊ ചെറിയ ചെറിയ കറികളൊക്കെ വെക്കും. മീൻകറി അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ ഇപ്പൊ മുട്ടക്കറിയൊക്കെ വെക്കുക, അതുപോലെ ചപ്പാത്തി, അതുപോലെ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഉസ്താദിന് ചിലവ് കൊടുക്കുമ്പോഴൊക്കെ ഒത്തിരി സഹായം. അതൊക്കെ പഠിച്ചാൽ അത്രയും നല്ലത്. ഇനി പഠിഞ്ഞ് വരും. ഇപ്പൊ ഇതൊക്കെ കണ്ട് അങ്ങനെ പഠിയും. അപ്പൊ ഇപ്പൊക്കെ തുടങ്ങി ഓരോന്ന് വെക്കാനും ഇതൊക്കെ ആവും. തീരെ ഒന്നും അറിയാത്ത സമയമായിരുന്നു കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ. പഠിച്ചു നടന്ന കുട്ടിയല്ലേ, ഒന്നും അറിയില്ലല്ലോ. അപ്പം എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ അത്യാവശ്യം പണികളൊക്കെ ചെയ്തു തുടങ്ങി. എല്ലാ പണിയും ചെയ്യില്ല എന്നില്ല. പിന്നെ അത്രയ്ക്കുള്ളതായിട്ടില്ലല്ലോ, ഒക്കെ പോകെ ചെയ്യും. ഉമ്മ സാമ്പാർ വെച്ച് കഴിഞ്ഞു. അപ്പൊ ഞാൻ മീന് വരച്ചിട്ട് നമ്മളിതില് മസാല കേട്ടോ. ഇനി മോള് മസാല വരട്ടി അത് മസാല വെച്ച് അവള് പൊരിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ ഇൻഷാല്ലാ കുളിച്ചിട്ട് വരട്ടെ. പള്ളിയിൽ ബാങ്ക് കൊടുത്ത്. അതെ. ഹായ്. അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയും സാമ്പാറും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോണ്. നല്ല രസമുള്ള സാമ്പാറാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പിടിക്കാൻ നമ്മൾ മറന്നു പോയി. അത് കാരണം ഇപ്പോൾ പിടിക്കുകയാണ്. അടിപൊളി സാമ്പാർ, നല്ല മണം വരുന്നുണ്ട്. ഉച്ചയ്ക്ക് കൂട്ടുമ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോഴേക്ക് നല്ല മണമുണ്ട്. അപ്പോൾ നല്ല സാമ്പാറും ഗോതമ്പ് ദോശ അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് രാത്രി എപ്പോഴും ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ വല്ല ഓട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. നമുക്ക് ചോറില്ല. ഇപ്പം രാത്രി ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. ഷുഗറുള്ള കാരണം ഇത് കഴിച്ചിട്ട് തന്നെ ഷുഗർ കൂടുതലാ. പിന്നെ ചോറ് കഴിച്ചാൽ പറയണ. ഷുഗറുള്ളവർക്ക് തന്നെ ഇതന്നെ അവസ്ഥ. എന്താ ചെയ്യുക, പഠിച്ചത് നോർമലാക്കി തരട്ടെ. അപ്പം ഇതുപോലെ ഇനിയും ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ വരാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ, ഹായ്.